കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. മുനയ്ക്കക്കടവിൽ നിരോധിച്ച വല ഉപയോഗിച്ച് വീണ്ടും മത്സ്യബന്ധനം. അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. വൈശാഖ പുണ്യകാലത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ. കേരളത്തിലെ തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. സീനിയോറിറ്റി പെൻഷൻ അനുവദിക്കണമെന്നും അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. കാക്കാത്തിരുത്തി ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ തെങ്ങ് വീണു. കയ്പമംഗലം അറവുശാലയിൽ മരം വീടിന് മുകളിൽ വീണ് നാശനഷ്ടമുണ്ടായി. കയ്പമംഗലം പഞ്ചായത്ത് അംഗം ബീന സുരേന്ദ്രന്റെ വീടിന് മുകളിലാണ് സമീപത്തെ പറമ്പിലെ മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് വീടിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂരയ്ക്ക് നാശനഷ്ടം സംഭവിച്ചു. മതിലകത്ത് വീട്ടിൽ അബ്ദുവിന്റെ വീട്ടിലെ മരവും ശക്തമായ കാറ്റിൽ കടപുഴകി വീണു. മുനയ്ക്കക്കടവ് നിരോധിച്ച വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ്, കോസ്റ്റൽ പോലീസ് എന്നിവരുടെ സംയുക്ത ഉദ്യോഗസ്ഥ സംഘം മിന്നൽ കോമ്പിംഗ് ഓപ്പറേഷനിലൂടെ പിടികൂടി. പിഴ ചുമത്തുകയും ചെയ്തു. മുനമ്പം പള്ളിപ്പുറം സ്വദേശി കോട്ടപ്പറമ്പിൽ വീട്ടിൽ സെബാസ്റ്റ്യന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡ്സ് പവർ എന്ന ബോട്ട് തീരത്തോട് ചേർന്ന് കണ്ണിവലിപ്പം കുറഞ്ഞ വല ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയതിന്റെ പേരിൽ ഉദ്യോഗസ്ഥ സംയുക്ത സംഘം പിടിച്ചെടുക്കുകയായിരുന്നു. ബോട്ടിൽ ഉണ്ടായിരുന്ന മത്സ്യം ലേലം ചെയ്ത് 7900 രൂപ ട്രഷറിയിൽ അടച്ചു. കോസ്റ്റൽ എസ്ഐമാരായ സുമേഷ് ലാൽ, ലോഫി രാജ്, KB ജലീൽ, ASI PM ജോസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർ VM ഷൈബു തുടങ്ങിയവർ പട്രോളിംഗ് സംഘത്തിൽ ഉണ്ടായിരുന്നു. വൈശാഖ പുണ്യകാലത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 28 മുതൽ മെയ് 26 വരെയാണ് വൈശാഖം. ഗുരുവായൂർ ഉൾപ്പെടെയുള്ള വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം അതീവ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നതാണ് വൈശാഖ മാസാചരണം. മേടമാസത്തിലെ കറുത്തവാവിന്റെ പിറ്റേന്ന് പ്രഥമ മുതൽ ഇടവത്തിലെ അമാവാസി വരെയുള്ള ചാന്ദ്രമാസമാണ് വൈശാഖം. വൈശാഖ മാസത്തിലെ 30 ദിവസങ്ങളും പുണ്യദിനങ്ങളാണ്. വിഷ്ണു ക്ഷേത്ര ദർശനം, ഉപവാസം, സഹസ്രനാമ ജപം, ദാനം നൽകൽ എന്നിവയാണ് വൈശാഖത്തിന്റെ പ്രത്യേകത. ബലരാമ ജയന്തി, പരശുരാമ ജയന്തി, ശ്രീ ശങ്കര ജയന്തി, ദത്താത്രേയ ജയന്തി, നരസിംഹ ജയന്തി, ബുദ്ധപൂർണിമ എന്നീ വിശേഷ ദിനങ്ങൾ വൈശാഖത്തിലാണ്. വൈശാഖമാസം വിഷ്ണുവിനെ പൂജിച്ചാൽ വർഷം മുഴുവൻ വിഷ്ണുപൂജ ചെയ്ത ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കാലയളവാണിത്. തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്ര ദർശനത്തിന് ദേവസ്വം പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വൈശാഖ ആരംഭത്തിൽ ദേവസ്വം അഷ്ടപതി സംഗീതോത്സവം നടത്തും. ബലരാമ ജയന്തി കൂടിയായ അക്ഷയ തൃതീയ ഏപ്രിൽ 30-നാണ്. ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശികളായ ക്ഷേത്രം കഴകക്കാരുടെ വകയായി വിശേഷാൽ നിറമാല, ശ്രീലകത്ത് നെയ്വിളക്ക് എന്നിവയും ഉണ്ടാകും. രാവിലെയും ഉച്ചകഴിഞ്ഞും മേളത്തോടെ കാഴ്ചശീവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പും ഉണ്ട്. വൈശാഖം സമാപിക്കുന്നതുവരെ ദിവസവും സന്ധ്യയ്ക്ക് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ ഭക്തിപ്രഭാഷണവും ഉണ്ടാകും. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നും സീനിയോറിറ്റി പെൻഷൻ അനുവദിക്കണമെന്നും ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ 25ാമത് ജില്ലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അരിമ്പൂരിൽ നടന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കേരളത്തിൽ തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് AKTA എന്ന സംഘടനയ്ക്ക് ലഭിച്ച വലിയ അംഗീകാരമാണെന്ന് മന്ത്രി പറഞ്ഞു. AKTA സംസ്ഥാന ജനറൽ സെക്രട്ടറി NC ബാബു അധ്യക്ഷത വഹിച്ചു. കുന്നത്തങ്ങാടിയിൽ നിന്ന് അരിമ്പൂരിലേക്ക് നടന്ന പ്രകടനത്തിൽ ആയിരക്കണക്കിന് തയ്യൽ തൊഴിലാളികൾ പങ്കെടുത്തു. ജില്ലാ നേതാക്കളായ ജോസ് തേറാട്ടിൽ, KA ജോയ്, പീതാംബരൻ ഇയാനി, ഷൈല ജോയ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ, ട്രഷറർ PM പുഷ്പകുമാരി, സംസ്ഥാന സെക്രട്ടറി G സജീവൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ S ഷാജി, അമ്മിണി കുമാരൻ, ജലജ അരവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്തിക്കാട് സിൽവർ റെസിഡൻസ് ബാറിന് സമീപം യുവാക്കളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു.
വലപ്പാട് കണ്ണോത്ത് വീട്ടിൽ അമ്പാടി, പഴച്ചോട് ആനക്കത്തിൽ വീട്ടിൽ സുധീഷ് എന്നിവരെ സംഘമായി മർദ്ദിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത കേസിൽ മണലൂർ വേളോത്ത് വീട്ടിൽ വിഷസ്, അന്തിക്കാട് നടുപ്പറമ്പിൽ വീട്ടിൽ പ്രത്യൂഷ്, കാഞ്ഞാണി ചുള്ളിയിൽ വീട്ടിൽ വിഷ്ണു, കാഞ്ഞാണി തണ്ടാശ്ശേരി വീട്ടിൽ ആനന്ദൻ എന്നിവരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇൻസ്പെക്ടർ AS സരിൻ, സബ് ഇൻസ്പെക്ടർ സുബിന്ദ്, ASI അബ്ദുൽ നാസർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ അരുൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ അനൂപ് എന്നിവർ പ്രതികളെ അറസ്റ്റ് ചെയ്ത സംഘത്തിൽ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ പി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് 13 കേന്ദ്രങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ഒരാൾ അറസ്റ്റിൽ. 4 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 5 ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. അറിവിന്റെ കേന്ദ്രങ്ങളാണ് അവകാശ സമരത്തിന്റെ തീജ്വാലയായി മാറിയിട്ടുള്ളതെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ A. അബ്ദുൽ ഹക്കീം. സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രത്തിന്റെ 25ാം വാർഷികാഘോഷം ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മനുഷ്യാവകാശ സംരക്ഷണത്തെ വിവരാവകാശവുമായി ബന്ധിപ്പിക്കുന്നത് പുതിയ ആശയമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചാലക്കുടി ഹോളി ഫാമിലി ചർച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C. ശിവരാജൻ അധ്യക്ഷത വഹിച്ചു. കഥാകൃത്ത് MG ബാബു, അഡ്വക്കേറ്റ് CB ബിനു എന്നിവർ സംസാരിച്ചു. മനുഷ്യാവകാശ സംരക്ഷണത്തിൽ വിവരാവകാശ നിയമത്തിന്റെ പ്രായോഗിക സാധ്യതകൾ എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ പ്രൊഫസർ KB വേണുഗോപാൽ മോഡറേറ്ററായി. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ P. മോഹൻദാസ്, ജോസഫ് C. മാത്യു, അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, അഡ്വക്കേറ്റ് R. മുരളീധരൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. കൊടകരയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മറ്റത്തൂർക്കുന്ന് കരിമ്പനയ്ക്ക് ലതീഷിന്റെ മകൻ 20 വയസ്സുള്ള ആരവ് കൃഷ്ണനാണ് മരിച്ചത്. 2 മാസം മുൻപായിരുന്നു അപകടം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. നെല്ലായിയിൽ ലോറിക്ക് പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കൊളത്തൂർ വെള്ളാനി വീട്ടിൽ ഗിരിജനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി ദേശീയപാത നെല്ലായിലായിരുന്നു അപകടം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. CPI മേലൂർ ലോക്കൽ സമ്മേളനം സമാപിച്ചു. സമാപന ദിവസം നടന്ന റാലിയിൽ 100 പ്രവർത്തകർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, MV ഗംഗാധരൻ, മധു തുപ്രത്ത്, ഗീത ശശി തുടങ്ങിയവർ സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി മധു തുപ്രത്തിനെ തെരഞ്ഞെടുത്തു. കടപ്പുറം മുനയ്ക്കക്കടവ് അഴിമുഖത്ത് അനധികൃത മണലെടുപ്പിനെതിരെ കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധിച്ചു. ചേറ്റുവ പുഴയുടെ തീരത്തോട് ചേർന്ന പ്രദേശത്താണ് അനധികൃത മണലെടുപ്പ് നടക്കുന്നതെന്ന് കമ്മിറ്റി ആരോപിച്ചു. മൺതിട്ട നീക്കുന്നതിലൂടെ കടലും പുഴയും തമ്മിലുള്ള പ്രകൃതിശേഷി നഷ്ടപ്പെടുമെന്നും തീരപ്രദേശങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയിലാകുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ പറഞ്ഞു. അനധികൃത മണലെടുപ്പ് തടയാൻ സർക്കാരും ബന്ധപ്പെട്ട വകുപ്പുകളും ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. പരിസരവാസികളുടെ കുടിവെള്ള ക്ഷാമത്തിന് കാരണമായേക്കാവുന്ന ഇത്തരത്തിലുള്ള നടപടി അധികൃതർ തടയണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. 9ാം വാർഡ് പ്രദേശം കാലങ്ങളായി ജല ദൗർലഭ്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. കടലിനും പുഴയ്ക്കും ഇടയിലുള്ള വളരെ ഇടുങ്ങിയ സ്ഥലത്ത് ഇത്തരത്തിലുള്ള മണലെടുപ്പ് നടന്നാൽ അത് ഉപ്പുവെള്ളം കയറാനും ഇപ്പോൾ തന്നെ ഉപ്പുവെള്ളം കയറിയിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. തന്റെ കറുപ്പിനെ പറ്റിയും ശരീരത്തെപ്പറ്റിയും പറഞ്ഞ് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കളിയാക്കുന്നുണ്ടെന്ന് കേരള കലാമണ്ഡലം ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിയായ ഡോക്ടർ RLV രാമകൃഷ്ണൻ. മുള്ളൂർക്കര ഇരുനിലംകോട് പ്രവർത്തിക്കുന്ന ജനകീയ വായനശാലയുടെ 61ാമത് വാർഷികവും സാംസ്കാരിക സമ്മേളനവും ആദരവും ഫോട്ടോ അനാച്ഛാദനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗത സംഘം ചെയർമാൻ VT സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. ലഹരി വിരുദ്ധ പ്രചാരണത്തിന് വേൾഡ് റെക്കോർഡ് നേടിയ രതീഷ് വരവൂർ, മുള്ളൂർക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത്, PT അനീഷ് കുമാർ, PK മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് രാമകൃഷ്ണൻ ജ്യേഷ്ഠൻ കലാഭവൻ മണിയുടെ ഓർമ്മയ്ക്കായി ഗാനവും ആലപിച്ചു. പെണ്ണിന് വേണ്ടി ഞാൻ കൂടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ഓടപ്പഴം പോ
ആലപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്നു നിന്റെ വീട്ടില് കല്യാണ. തിരുവല്ലുവാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ചരിത്രപ്രസിദ്ധമായ കാട്ടുകുളം പരിസരം പൂന്തോട്ടങ്ങളും ഫലവൃക്ഷാദികളും വെച്ചുപിടിപ്പിച്ച് ഹരിതാഭമാക്കിയിരിക്കുകയാണ് തിരുവല്ലുവാമല പഞ്ചായത്ത്. പ്രദേശവാസികൾ കുളിക്കാനും തുണിയലക്കാനും മറ്റാവശ്യങ്ങൾക്കും ഈ കുളത്തെയാണ് ആശ്രയിക്കുന്നത്. തിരുവല്ലുവാമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഈ കുളം ഏറെ ഉപകാരപ്രദമാണ്. ഇതിനു മുന്നിലായി ബസ് സ്റ്റോപ്പിന് സമീപം പുറമ്പോക്കിൽ 2 ഉപയോഗശൂന്യമായ പെട്ടിക്കടകളും നീക്കം ചെയ്ത് സ്നേഹാരാമം എന്ന പേരിൽ പൂന്തോട്ടവും ഫലവൃക്ഷങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തിരുവല്ലുവാമല പഞ്ചായത്തിന്റെ അഭ്യർത്ഥന പ്രകാരം സ്വകാര്യ സംരംഭകനായ നൌഫൽ ആനമലയാണ് സ്നേഹാരാമം ഒരുക്കിയത്. സായാഹ്നം ചിലവഴിക്കാൻ പൊതുജനങ്ങൾക്ക് നല്ലൊരു വിശ്രമ കേന്ദ്രം കൂടിയാക്കി മാറ്റിയിട്ടുണ്ട്. പൊളിഞ്ഞുകിടന്ന പെട്ടിക്കടകളുടെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമായിരുന്നു ഇവിടം. ഈ പദ്ധതി നടപ്പിലാക്കിയതോടെ സാമൂഹിക വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാനും അതോടൊപ്പം ഗ്രീൻ സിറ്റി എന്ന ആശയം നടപ്പിലാക്കാനും തിരുവല്ലുവാമല ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു. പൈതൃക ഗ്രാമമായ തിരുവല്ലുവാമലയിൽ ഇനിയും ഇത്തരത്തിലുള്ള മാലിന്യ കൂമ്പാരങ്ങളായി കിടക്കുന്ന സ്ഥലങ്ങൾ ഗ്രീൻ സിറ്റി ക്ലീൻ സിറ്റി എന്ന ആശയത്തിൽ സ്നേഹാരാമം പൂന്തോട്ടങ്ങളാക്കി മാറ്റി പവിത്ര ഗ്രാമമാക്കുക എന്നതാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ TCBയോട് പറഞ്ഞു. തിരുവല്ലാമലയിലെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ ഒരു കുളമാണ്. അവിടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു പൂന്തോട്ടം ഒരുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം തിരുവല്ലാമല സ്കൂളിലെ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റു ആളുകളുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുളമാണ്. അതിന് മുൻവശം ഇത്രയേറെ ഭംഗിയായി നിലനിർത്താൻ സാധിച്ചു എന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. TCB ന്യൂസ് തിരുവല്ലുവാമല. കയ്പമംഗലം പഞ്ചായത്തിലെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് CPI കയ്പമംഗലം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ കൌൺസിൽ അംഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. PK കുട്ടൻ പതാക ഉയർത്തി. TK സുധീഷ്, KS ജയ, TP രഘുനാഥ്, അഡ്വക്കേറ്റ് AD സുദർശനൻ, VA കൊച്ചുമൊയ്തീൻ, TN തിലകൻ, MD സുരേഷ് എന്നിവർ സംസാരിച്ചു. ER ജോഷി സെക്രട്ടറിയും PK റഹീം അസിസ്റ്റന്റ് സെക്രട്ടറിയുമായുള്ള 13-അംഗ ലോക്കൽ കമ്മിറ്റിയെ സമ്മേളനം തെരഞ്ഞെടുത്തു. വിവിധ തലങ്ങളിൽ തട്ടുകളിൽ ഈ കാര്യങ്ങളെല്ലാം യോജിപ്പിച്ച് കയ്പമംഗലം സമ്മേളനവും ലോക്കൽ സമ്മേളനവും മണ്ഡലം, ജില്ലാ, സംസ്ഥാന, ദേശീയ സമ്മേളനങ്ങൾ ഉൾപ്പെടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെടാവുന്ന തലത്തിലേക്ക് നമ്മുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു. സമ്മേളനങ്ങളൊക്കെ വിലയിരുത്തി കയ്പമംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശമുയർത്തി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ചളിങ്ങാട് അമ്പലനടയിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം കാക്കാത്തുരുത്തി പള്ളിവളവിൽ സമാപിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. കയ്പമംഗലം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KR ഗിരീഷ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA ഇസഹാഖ്, വാർഡ് മെമ്പർമാരായ ജിനൂബ് അബ്ദുറഹ്മാൻ, CJ പോൾസൺ, ഷഫീഖ് സിനാൻ, PK സുകന്യ, പോലീസ് ഉദ്യോഗസ്ഥരായ സുധീഷ് ബാബു, KS അനന്തു, കോർഡിനേറ്റർ KK സഖറിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. CMI ദേവമാത പ്രവിശ്യ ഒരുക്കിയ തിരുശേഷിപ്പിന്റെ പ്രയാണം പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. ഇതോടനുബന്ധിച്ച് തീർത്ഥകേന്ദ്രത്തിൽ ദിവ്യബലിയും വചനപ്രഘോഷണവും ആരാധനയും നടന്നു. 7 വിശുദ്ധരുടെ A ഗ്രേഡ് വിഭാഗത്തിലുള്ള തിരുശേഷിപ്പുകൾ വണങ്ങുന്നതിന് നിരവധി വിശ്വാസികളാണ് എത്തിയത്. തീർത്ഥകേന്ദ്രം ഡയറക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, ഫാദർ ഡേവി കാവുങ്ങൽ, സഹവികാരിമാരായ ഫാദർ ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ലിവിൻ കുരുതുകുളങ്ങര, ട്രസ്റ്റി OJ ഷാജൻ, പ്രതിനിധിയോഗം സെക്രട്ടറി ജോബി ഡേവിഡ്, PRO റാഫി നീലങ്കാവിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തൃശൂർ ജില്ലാ ഈഴവ സഭയുടെ 17-ാം വാർഷിക പൊതുയോഗം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. സഭാ പ്രസിഡന്റ് TK ഷൺമുഖൻ അധ്യക്ഷത വഹിച്ചു. ശിവഗിരി മഠം ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി, വർക്കിംഗ് പ്രസിഡന്റ് സീസർ അറയ്ക്കൽ, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത, റിട്ടയേർഡ് മേജർ പ്രൊഫസർ ഡോക്ടർ CN വിശ്വനാഥൻ, സഭാ സെക്രട്ടറി NK ലോഹിതാക്ഷൻ, ട്രഷറർ MK ധർമ്മൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈവനിംഗ് വാക്ക് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു.
മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് അധ്യക്ഷത വഹിച്ചു. ആമ്പല്ലൂർ PS സ്മാരക മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച ഈവനിംഗ് വാക്ക് പുതുക്കാട് സെന്ററിൽ സമാപിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ, AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, CPI മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PM നിക്സൺ, VR സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം പഞ്ചായത്തിലെ കനവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പുതിയ ഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് NK അബ്ദുൽ നാസർ, പഞ്ചായത്ത് വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ER ഷീല, സായിദ മുത്തുക്കോയ തങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത സലീഷ്, VM ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി K മിനി എന്നിവർ സംസാരിച്ചു. കിള്ളിമംഗലം സെയിന്റ് ആന്റണീസ് പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. ദിവ്യബലിക്ക് വികാരി ഫാദർ ഷിൻഡോ മാറോക്കി നേതൃത്വം നൽകി. തുടർന്ന് സെയിന്റ് ജോർജ് കപ്പേളയിലേക്ക് പ്രദക്ഷിണവും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. നാമെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും. തൃശൂർ ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെയും വള്ളത്തോൾ നഗർ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ പ്രചാരണ കൂട്ടയോട്ടം നടത്തി. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്നും ആരംഭിച്ച കൂട്ടയോട്ടം വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ യൂസഫ് KR, ഗിരീഷ്, ബിന്ദു, സുലൈമാൻ പടപ്പ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, IRB പോലീസ് ഉദ്യോഗസ്ഥൻ സുനിൽ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രചാരണത്തിന്റെ ഭാഗമായി ഇന്നിവിടെ ഒരു കൂട്ടയോട്ടം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ലഹരിക്കെതിരായിട്ടുള്ള വലിയ ക്യാമ്പയിനാണ് ഗ്രാമപഞ്ചായത്ത് എല്ലാം ഏറ്റെടുക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. SFI വടക്കാഞ്ചേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ലഹരിക്കെതിരെ SFI തെക്കുംകര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. SFI വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി AR അജയ് രാജ് ഉദ്ഘാടനം ചെയ്തു. SFI തെക്കുംകര വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് സഞ്ജയ് അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി ഷിഫാസ്, ലോക്കൽ കമ്മിറ്റി അംഗം അഗുൽ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, വാർഡ് മെമ്പർ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ റെഡ് സ്റ്റാർ ടീം വിജയികളായി. മെയ് 1-2 തീയതികളിൽ സമ്മേളനം നടക്കും. ഒല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. വികാരി ഫാദർ വർഗീസ് കുത്തൂർ അധ്യക്ഷത വഹിച്ചു. ഫാദർ പോൾ പൂവത്തിങ്കൽ, സിസ്റ്റർ സോഫിയ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. റാഫി ചമ്മനം, പോൾ നെല്ലിശ്ശേരി, ഡേവി പടിക്കല, ലിൻഡോ കാട്ടൂക്കാരൻ, ജസ്റ്റിൻ പേരൂട്ടി തുടങ്ങിയവർ സംസാരിച്ചു. ജീവിക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ്. അത് സാധാരണക്കാരായ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് നിർത്തിയ കുട്ടികളോട്, സ്ത്രീകളോട്, അതുപോലെ പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ വിശുദ്ധ യൗസേ പിതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് പ്രൊമോ വീഡിയോ ഒരുങ്ങി. പാവറട്ടിയിലെ യുവജന സൗഹൃദ കൂട്ടായ്മയാണ് പ്രൊമോ വീഡിയോ തയ്യാറാക്കിയത്. യൗസേ പിതാവ് എപ്പോഴും ജനങ്ങളോടൊപ്പമാണ് നിലകൊള്ളുന്നത് എന്ന സന്ദേശമാണ് പ്രൊമോയിൽ പ്രതിപാദിക്കുന്നത്. പാവറട്ടി ഇടവകയിലെ യുവാക്കളായ ജിൻഡോ ആന്റണിയുടെ കഥയ്ക്ക് വിപിൻ ദാസ് ആണ് ഛായാഗ്രഹണവും എഡിറ്റിംഗും നിർവഹിച്ചത്. CJ സാംസൺ, CD ജിജോ, PM ജോസഫ്, രാജു പാവറട്ടി, PD സെബി, സിജിത്ത്, MD രാജു, VR ബെന്നി എന്നിവർ അണിയറ പ്രവർത്തകരാണ്. വെല്ലുപ്പിനോടൊന്നും കണ്ടിട്ടില്ലല്ലോ വല്ലുപ്പ. ഞാനിവിടെ തന്നെ ഉള്ളതന്നെ മോനെ. വെല്ലുപ്പിന് കണ്ടപ്പോ സാംസല്ല പറഞ്ഞേ, നീ നിർത്താണ്ട് പോയേ. ആ വെല്ലുപ്പിനെ ഇറക്കാൻ പോയതാ. ഏത് വല്യപ്പൻ? ഇവിടെ ഇറക്കിട്ടെ. അവിടെ നിങ്ങൾ കണ്ടില്ലേ? എവിടെയുണ്ട്? നിറയുന്ന നന്മയായി തച്ചനെന്നും പുൽത്തൊഴുത്തിനെന്നും.
മുൻ ISRO ശാസ്ത്രജ്ഞൻ രാമചന്ദ്രനും അഡ്വക്കേറ്റ് ബാലചന്ദ്രനും അടക്കം 6 പേർ കുന്നത്തങ്ങാടിയിൽ നൃത്തച്ചുവടുകളുമായി എത്തിയത് നാട്ടുകാർക്ക് കൗതുകമായി. അരിമ്പൂർ ഗവൺമെന്റ് UP സ്കൂളിൽ 7ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെ കൂട്ടായ്മയാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. കുന്നത്തങ്ങാടിയിൽ നടന്ന സംഗമം ക്രൈംബ്രാഞ്ച് DYSP M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാമചന്ദ്രൻ കിഴക്കൂട്ടയിൽ അധ്യക്ഷത വഹിച്ചു. ലഹരി അരുത് എന്ന ഗാനത്തിനൊപ്പം 60 വയസ്സു കഴിഞ്ഞ 6 പേർ ചുവടുവെച്ചു. അഡ്വക്കേറ്റ് KR ബാലചന്ദ്രൻ, 74-ലെ അരിമ്പൂർ ഹൈസ്കൂളിലെ SSLC ബാച്ച് കൂട്ടായ്മ പ്രതിനിധി ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് വിദ്യാഭ്യാസ വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരിദാസ് ബാബു, PM ഇനാശു തുടങ്ങിയവർ സംസാരിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലത്ത് താമസിക്കുന്ന ആൾക്കാർ, പല കാര്യങ്ങളുള്ള ആളുകൾ, അവരെല്ലാവരും ഒത്തുകൂടിയിരിക്കുകയാണ്. 7ാം ക്ലാസ് ബാച്ചാണ് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിലിരിക്കുന്നത്. 20 രാജ്യങ്ങളിലെ 5000 സ്കൂളുകൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര ഹിന്ദി ഒളിമ്പ്യാഡിൽ കരുമത്ര സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്ക് സ്വർണ്ണ മെഡൽ. റിട്ടയേർഡ് SI ഇന്ദ്രപ്രസ്ഥത്തിൽ രാജേന്ദ്രൻ, പോലീസ് അക്കാദമിയിലെ ASI ബേബി ദമ്പതികളുടെ മകളും രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ അനന്തിക മൈഥിലിക്കാണ് പുരസ്കാരം. കഴിഞ്ഞ വർഷം വെങ്കല മെഡൽ ജേതാവായിരുന്നു. കരുമത്ര മഹാത്മാ സ്വയം സഹായ സംഘം പ്രവർത്തകർ അനന്തിക മൈഥിലിയെ വസതിയിലെത്തി ആദരിച്ചു. മാധ്യമപ്രവർത്തകൻ TD ഫ്രാൻസിസ് ഉപഹാരം നൽകി. സന്തോഷ് എറക്കാട് അധ്യക്ഷനായി. കുട്ടൻ മച്ചാട്, വിനോദ് മാടവന, NM വിനീഷ്, CO അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. മുളങ്ങുത്തുകാവ് പഞ്ചായത്ത് 3ാം വാർഡ് CPM കെൽട്രോൺ കമ്മിറ്റിയും ഉദയനഗർ ബ്രാഞ്ച് കമ്മിറ്റിയും DYFIയും ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പുഴയ്ക്കൽ മഹിളാ അസോസിയേഷൻ രഞ്ജു വാസുദേവൻ, DYFI മേഖലാ സെക്രട്ടറി അനുദാസ്, PM സുധീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തോന്നല്ലൂർ 84ാം നമ്പർ അങ്കണവാടി ഹെൽപ്പർ ഗിരിജ വിജയൻ 18 വർഷത്തെ അങ്കണവാടി സേവനത്തിൽ നിന്നും വിരമിച്ചതിന്റെ യാത്രയയപ്പ് സമ്മേളനം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ലളിത ഗോപി, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷേർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ OS വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ലോക വെറ്ററിനറി ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ തൃശൂർ യൂണിറ്റ് വരവൂർ പഞ്ചായത്തിൽ കർഷകർക്ക് ഫാം മാനേജ്മെന്റിന്റെ വിജയതന്ത്രങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് VP സുനിത ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ വെറ്ററിനറി അസോസിയേഷൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സാജിദ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബാബു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പിലക്കാട്, ക്ഷീരകർഷക സംഘം സെക്രട്ടറി ഗോപൻ, ഡോക്ടർ രാമു എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ഏബിൾ P വർഗീസ് ക്ലാസ് എടുത്തു. മണ്ണമ്പേട്ട പൂക്കോട് കോഴിക്കൂട്ടിൽ കയറി കോഴികളെ വിഴുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി. റിട്ടയേർഡ് SI പൂക്കോട് കൊല്ലേരി വീട്ടിൽ മുരളിയുടെ കോഴിക്കൂട്ടിൽ നിന്നാണ് 20 കിലോയിലധികം തൂക്കം വരുന്ന മലമ്പാമ്പിനെ പിടികൂടിയത്. കോഴിയെ വിഴുങ്ങുകയും കൽക്കം ഇനത്തിൽപ്പെട്ട ഒരെണ്ണത്തിനെ പാമ്പ് കൊല്ലുകയും ചെയ്തു. വീട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്നെത്തിയ പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗങ്ങളാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ പിന്നീട് ഉൾവനത്തിൽ വിട്ടയച്ചു. ബാലസംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പര്യടനം നടത്തിയ വേനൽത്തുമ്പി കലാജാഥ സമാപിച്ചു. ചിറ്റാറ്റുകര മേഖലാ കമ്മിറ്റിയിലെ ചൂളപ്പുരയിൽ നടന്ന സമാപന യോഗം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VN സുർജിത്ത്, PB സുബിദാസ്, ആഷിഖ് വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. സമാപന ചടങ്ങിൽ ഭീകരതയ്ക്കെതിരെ പ്രതിഷേധാഗ്നി തെളിയിച്ചു. ഭാരതീയ വ്യാപാരി വ്യവസായി സംഘം തൃശൂർ ജില്ലാ പ്രതിനിധി സമ്മേളനം ഇരിഞ്ഞാലക്കുട ഭാരതീയ കലാക്ഷേത്രത്തിൽ നടന്നു. രാഷ്ട്രീയ സ്വയംസേവക സംഘം തൃശൂർ വിഭാഗ് സംഘചാലക് KS പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് വെള്ളാട്ട് രഘുനാഥ് അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. പുതിയ ജില്ലാ പ്രസിഡന്റായി കെ ബി സന്തോഷിനെയും ജനറൽ സെക്രട്ടറിയായി ജയൻ വിസ്മയെയും തെരഞ്ഞെടുത്തു. അന്തിക്കാട് മാങ്ങാട്ടുകര സ്വദേശി വെളുത്തടത്ത് വീട്ടിൽ രാമചന്ദ്രനെ വീടിന് മുന്നിലെത്തി അസഭ്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കരിങ്കല്ലുകൊണ്ട് എറിഞ്ഞു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിലായി. മാങ്ങാട്ടുകര സ്വദേശി വട്ടുക്കുളം വീട്ടിൽ പ്രശാന്തനെയാണ് അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രശാന്തിനെതിരെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ 3 അടിപിടി കേസുകളും അശ്രദ്ധമായി വാഹനമോടിച്ച് മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കുണ്ടാക്കിയ മറ്റൊരു കേസും നിലവിലുണ്ട്. കോടതി ഉത്തരവ് ലംഘിച്ച് ആളൂർ വെള്ളയനാട് സ്വദേശിനിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി അറസ്റ്റിൽ. കൊറ്റനെല്ലൂർ കരുവാപ്പടി സ്വദേശി കനംകുടം വീട്ടിൽ ഗിരീനിഷിനെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ചാലക്കുടി JFCM കോടതിയുടെ ഉത്തരവ് ലംഘിച്ച പ്രതി വെള്ളയനാട് സ്വദേശിനിയുടെ വീടിന്റെ അടുക്കളയുടെ ഗ്രിൽ പൊളിച്ച് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റിലായത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,346 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. മുനയ്ക്കക്കടവിൽ നിരോധിച്ച വല ഉപയോഗിച്ച് വീണ്ടും മത്സ്യബന്ധനം. അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. വൈശാഖ പുണ്യകാലത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ. കേരളത്തിലെ തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി പെൻഷൻ 5,000 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ. സീനിയോറിറ്റി പെൻഷൻ അനുവദിക്കണമെന്നും അസോസിയേഷൻ. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.